ഈ ഒരു കാർ നിങ്ങൾക്ക് അറിയോ ഗൈസ്? ഞാൻ ആദ്യമായിട്ടാണ് ആൽഫ റോമിയോ ഈ ഒരു കാറിൻ്റെ ഷേപ്പ് നോക്കിയേ. ഇനി നമുക്ക് അതുണ്ടായിരുന്നല്ലോ, മെയിൻ റോഡ് എത്തിയാലേ നമ്മൾ തിരിച്ചു പോവാം. ആ ഒരു കോൺസെപ്റ്റിലാണ് നടക്കാനിറങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ അപ്പാർട്ട്മെൻറ്റിൽ നിന്നില്ലേ, ഈ കാണുന്നതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഏരിയയും പരിസരമൊക്കെ. അപ്പോൾ നമ്മളിവിടെ നടന്നിട്ട് മെയിൻ റോഡ് എത്തണ വരെ നടക്കാം. ഈ റോഡിൻ്റെ രണ്ട് സൈഡിൽ കൂടിയും പെഡിസ്ട്രിയൽ ആക്സസ് പോയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നടന്ന് മെയിൻ റോഡ് കാണുമ്പോൾ നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ രാവിലെ 7 o'clock ആയിട്ടുള്ളൂ. ഇപ്പോൾ സമ്മർ ചൂടുണ്ട്, കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല ഹ്യൂമിഡാവും. ആ റോഡിൻ്റെ സൈഡുകളിൽ കാണുന്ന കടകളൊക്കെ ഒന്ന് വീഡിയോയിലാക്കി നിങ്ങളെ കാണിക്കുക, ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അല്ലാണ്ട് വേറെ വലിയ വീഡിയോ ഒന്നുമല്ല, ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സൂഖ് മിഖായിൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണെന്ന് പറഞ്ഞില്ല. നമ്മുടെ നാട്ടിലെ നമ്മുടെ കേരള അഡ്രസ്സ് തന്നെയാണ് ഗോഡ്സ് ഓൺ കൺട്രി. ഗോഡ്സ് ഓൺ കൺട്രി എന്നാണല്ലോ പറയാറ്. അതേപോലെ സിറ്റി ഓഫ് പീസ് എന്ന് പറഞ്ഞിട്ട് അഡ്രസ്സ് ചെയ്യുന്നൊരു ഏരിയയാണ് ഈ സൂഖ് മിഖായിൽ എന്ന് പറയുന്നത്. അതായത് ഇതിനൊരു ഹിസ്റ്ററി ഉണ്ട്. ഈ ഒരുപാട് ചരിത്രപുരാതനമായിട്ടുള്ള ഹിസ്റ്റോറിക് ചർച്ചസും മൊണാസ്ട്രീസൊക്കെ ഉണ്ടായിരുന്ന, ഇപ്പോഴും ഉണ്ട് മൊണാസ്ട്രീസൊക്കെ ഉള്ള ആർക്കേഡുകളും കുറേ കഫേകളും പിന്നെ ഓപ്പൺ എയർ മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്ന ഒരു ഏരിയ. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഈ കോഴിക്കോട് മിഠായി തെരുവ് മുസിരീസ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു സെറ്റപ്പാണ്, ആ ഒരു സ്റ്റൈലാണ്. ഇവിടെ ഗേറ്റ് അടച്ചിട്ടൊക്കെയുള്ള മൈ ഗോഡ് നമുക്ക് അപ്പുറത്തേക്ക് പോവാം. എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ ആ ഒരു സെറ്റപ്പിൽ വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് സിറ്റി ഓഫ് പീസ് എന്നാണ് പറയുന്നത്. പൊതുവേ നിങ്ങൾക്ക് ലെബനോണിനെ പറ്റി അറിയാമെന്ന് വിചാരിക്കുന്നു. മതം രാഷ്ട്രീയം, എവിടെയൊക്കെ മതം രാഷ്ട്രീയം ഉണ്ടോ അവിടെയൊക്കെ പ്രശ്നമുണ്ട്. സോ അവിടെ ഒന്നും പീസില്ല എന്നർത്ഥം. പക്ഷേ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ, ഗുജറാത്ത്, നോർത്ത്, കലാപം അങ്ങനെ ഇങ്ങനെയൊക്കെ കാണും. പക്ഷേ നമ്മൾ ജീവിക്കുന്ന ഒരു സ്ഥലം, ഈവൻ പൊളിറ്റീഷ്യന്മാർ ഇത്ര പ്രശ്നമൊന്നുണ്ടെങ്കിലും ബെറ്റർ, ഇപ്പോൾ കുറേയൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിലും എനിവേ. അപ്പോൾ അതേപോലത്തെ തന്നെ ഒരു ഏരിയയാണിത്, സിറ്റി ഓഫ് പീസ്. ഇവിടെ ജീവിക്കുന്ന മജോറിറ്റി ആൾക്കാരും ക്രിസ്ത്യൻസാണ്. അപ്പോൾ ചർച്ചസ് ആയിക്കോട്, പിന്നെ ചർച്ചിനോടനുബന്ധിച്ച് ഉള്ള പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ മനസ്സമാധാനത്തോടുകൂടി താമസിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ലെബനോണിന് കുറേ ക്രിസ്ത്യൻസ് ഉണ്ട്, അതായത് മതപരമായിട്ടുള്ള സുന്നി, ഷിയ, മുസ്ലിം. അതായത് മുസ്ലിമിൽ തന്നെയുള്ള 2 വിഭാഗമാണ് ഞാൻ ഈ പറഞ്ഞ സുന്നി, ഷിയ, ക്രിസ്ത്യൻ ഉണ്ട്. പിന്നെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം പീസ് അടുത്തു കൂടി പോകാത്തൊരു സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷമല്ലാത്ത ഒരു ഏരിയ കൂടിയാണ് പൊതുവെ. പക്ഷേ ഈ പ്ലേസ് അതിൻ്റെ ഓപ്പോസിറ്റാണ്. ഓക്കെ അതെ. അപ്പം മെയിൻ റോഡ് എത്തണ വരെ പോക്കറ്റ് റോഡൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ റോഡും വഴികളൊക്കെ ഒന്ന് കാണിക്കുക, അതിനുവേണ്ടി ക്യാമറ എടുത്താൽ കേട്ടോ. എന്നാൽ നമ്മളീ പോകുന്ന വഴിക്കൊക്കെ വണ്ടികൾ കാണാൻ പറ്റും. അതെ, ഒരു ഡിഫൻഡർ അടക്കണുണ്ടോ, ആരോ സ്ക്രാച്ച് ചെയ്തിട്ടുണ്ടാകുമോ. ഇതൊരു കുഞ്ഞ് സ്റ്റോറാണ്. ഇതിൻ്റെ ഉള്ള ബ്രാൻഡ്സൊക്കെ റിബോക്ക്, പ്യൂമ, ബോസ്, കൊളംബിയ, H&M എല്ലാത്തിൻ്റെയും ഔട്ട്ലെറ്റാണ് ഇത്. കണ്ടോ, കുഞ്ഞ് സെറ്റാണ്, പക്ഷേ എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. ഷവർലയില്ലേ, റേഞ്ച് റോവർ, സ്പോർട്സ് V80. ഇത് കോമൺ ആയിട്ട് കാണുന്ന സാധനമാണ്. വോക്സ് വാഗൺ, BM ബാക്ക് ടു ബാക്ക് കിട്ടാനുണ്ട്. പോർഷെ, പിന്നെ റേഞ്ച് റോവർ മെറ്റാലിക് ബ്ലാക്ക്, വോക്സ് വാഗൺ. ഇത് നൈസ് വണ്ടിയാണ് കേട്ടോ. കണ്ടോ, അടിപൊളി കളറല്ലേ, മാറ്റ് ഫിനിഷ് ഉള്ളത്. ഇവിടെ നേരെ കിടക്കുന്നത് മിനി കൂപ്പർ, ആ കാണുന്നത് ഹമ്മർ. ഒരു ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരുടെ പ്രൊഫൈൽ വ്യത്യാസം കാണും. കൂടുതലും റാംഗ്ലർ, ഹമ്മർ, ജീപ്പ്, റേഞ്ച് റോവറിൻ്റെ V8 ഇല്ലേ, സ്പോർട്സ്, അതൊക്കെയാണ് കൂടുതലായിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. രണ്ട് ഒരു ജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ അപ്സ് ആൻഡ് ഡൗൺ ആണ്. കൂടുതലും കയറ്റവും ഇറക്കമാണ്. എൻജിൻ നല്ല പവർ കൂടിയ സാധനം ഇട്ടിട്ടേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഇവർക്ക് ഇതോടെ ഓടിക്കാൻ പറ്റില്ല. അതിൻ്റെ ബേസിലാണ് ഇവർ ഈ പവർ കൂടിയ വണ്ടി. അതേപോലെ ഈ കാൻഡിലാക്ക് എക്സലേഡ് പോലത്തെയൊക്കെ സാധനമൊക്കെയാണ് ഇവന്മാർ ഈ കൊണ്ടു നടക്കുന്നത്. ഒരു GMC അടക്കണമൊക്കെ നേരെ. ലാൻഡ് റോവർ, വിൻറ്റേജ് കളക്ഷൻസ് ഒരുപാടുണ്ട് കേട്ടോ ഇവന്മാരുടെ കയ്യിൽ. പ്രീമിയർ പത്മിനിയൊക്കെ പോലത്തെ, ഇപ്പോൾ BMൻ്റെയും ബെൻസിൻ്റെയും പിന്നെ മറ്റേ സ്പോർട്സ് കാറ്റഗറീസുള്ള ഒരുപാട് വണ്ടികളുണ്ട്. ഇത് ബെൻസിൻ്റെ മറ്റേ പ്രീമിയർ കാർസൊക്കെ ഇടുന്ന ഒരു യാർഡാന്ന് തോന്നുന്നു. അവിടെ നമ്മളുടെ റോയൽ ഡ്രൈവ് കണ്ടിട്ടില്ലേ, ഈ യൂസ്ഡ് ഷോറൂമും
അതിൻ്റെ യാർഡും കാര്യങ്ങളൊക്കെ ആ ഒരു സെറ്റപ്പാണത്. റേഞ്ച് റോവർ കിടക്കുന്നുണ്ടല്ലോ, പക്ഷേ ബെൻസാണ് ഇതിൽ കൂടുതൽ. ഇത് അവിടെ ഒരു ഡിഫൻഡർ കിടക്കുന്നുണ്ട്, കണ്ടോ അറ്റത്തിൽ. ഇതൊരു കാണാത്ത ബ്രാൻഡാണുള്ളത്. അത് വളരെ മൈനറായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് സ്വന്തമായിട്ടുള്ള വീടും സ്ഥലങ്ങളൊക്കെ ഉള്ളത്. ബാക്കി എല്ലാവരും റെൻറ്റിനാണ് ഇവിടെ താമസിക്കുന്നത്. അതായത് ഇവിടെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 6 മില്യനാണ്, 6 മില്യനാണ്. അതായത് 60 ലക്ഷം പേരുള്ളൂ ഈ ലെബനോൺ എന്ന് പറഞ്ഞ കൺട്രിയിൽ ടോട്ടലായിട്ട്. അതായത് ഒരു അറബാണ് ലാംഗ്വേജ് എങ്കിലും ഇവർ സ്വയം അവകാശപ്പെടുന്നത് ഇവർ യൂറോപ്യൻസ്, അതായത് ഇവർ യൂറോപ്യൻ സ്റ്റൈൽസാണ് കൂടുതലും അഡോപ്റ്റ് ചെയ്ത് പോകുന്നത്. ആ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ തന്നെയാണ് ഇവർ ജീവിക്കുന്നത് ഇവിടെ. ഇവർ യൂസ് ചെയ്യുന്ന വണ്ടികളായാലും ജർമ്മൻ മെയ്ഡും, കാരണം വീടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അന്നൊന്ന് ജോലി ചെയ്ത് വീക്കെൻഡിൽ അടിച്ചു പൊളിച്ച് നടക്കുന്നൊരു വീക്കെൻഡ് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത്. വീടുകളിൽ മാത്രമല്ല ഓരോ മുക്കിലും മൂലയിലും കാണാൻ പറ്റുന്നുണ്ട് ഹെൽ മേരിയുടെയും പിന്നെ കർത്താവിൻ്റെ പടമൊക്കെ. ഇവിടെ ഒരു ഹമ്മർ അടക്കം നോക്കി ഉണ്ടോ, ഹമ്മർ കൂട്ടപ്പൻ, ജീപ്പ്. ഞാനിപ്പോൾ ഈ വഴിയാണ് എടുത്തേക്കണത്. മെയിൻ റോഡ് എത്തുക എന്നതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം. ഈ മരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ സാധനം ഒരു സ്കോഡ ഫാബിയ, വളരെ റെയറായിട്ട് കാണാൻ പറ്റും സ്കോഡ. വോക്സ്വാഗനാണ് കൂടുതൽ കേട്ടോ, രണ്ടും തന്നെ. ഡിസാൻ ചങ്ങലൊക്കെ ഇട്ട് കൂട്ടിയാണ്ടല്ലോ, ഇവൻ പ്രശ്നക്കാരനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. മുമ്പോട്ട് മറ്റേ വെർട്ടിക്കൽ ഗാർഡൻ പോലെ ഇത് പടർത്തിയേക്ക് നോക്കി. മെയിൻ റോഡ് എത്തിയ വയസ്സ് 8:12. എത്ര വട്ടം 1 മണിക്കൂർ ഷൂ പോലെ പോയത്. 1 hourന് മേലായി നമ്മൾ നടന്നുകൊണ്ടിരിക്കണത്. പക്ഷേ അത് ഫീൽ ചെയ്തില്ല കേട്ടോ, കാരണം ഈ വ്ളോഗ് എടുക്കണമായിരുന്നു. ഞാൻ സാധാരണ ഒറ്റയ്ക്ക് വരാറില്ല, ഡ്രൈവറെ കൂട്ടിയാണ് വരാറ്. ഫോർ ദ സെക്യൂരിറ്റി റീസൺ. ഞാനിപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് ഇപ്പോൾ ഒരു സ്ഥലത്തോട്ടും മറ്റേ ആ സിറ്റുവേഷനൊക്കെ ഇവിടെ കുറച്ച് വേഴ്സ് ആയിരുന്നല്ലോ മുമ്പ്. ഞാൻ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേ ഓരോരോ പോക്കറ്റ് വഴി, ഞാൻ കാണുന്ന പോക്കറ്റ് വഴികളൊക്കെ നടന്നു പോയല്ല. ആ വഴികളൊക്കെ എനിക്കും പുതിയതാണ്, എനിക്കും ബോറിംഗ് ഇല്ല. അപ്പോൾ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ളൊരു വഴിയാണെന്നിട്ട് നമുക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ, ഇന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇന്നതാണ്, ഇനി അവിടെയും വരെ നമുക്ക് നടന്ന് ചെല്ലണം, ഇത്ര ദൂരം ഉണ്ടെന്നൊരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ. ഇതതില്ല, ജസ്റ്റ് ആ ഫ്ലോയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളോട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏത് ഗല്ലിയിലോട്ട് കയറാമെന്ന് നമുക്ക് നോക്കാം. ഇന്നൊരു സൺഡേ അല്ലേ, വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ സൗണ്ട് വേണ്ട. പ്ലസിൻ്റെ താഴെ സൂഖ് മികായൽ എന്ന് കൊടുക്കാനുണ്ട് ആരോ. അപ്പോൾ ഈ ഒരു ഗല്ലി ആയിരിക്കണം. പക്ഷേ നമ്മൾ ആ സൈൻ ബോർഡ് നോക്കിയിട്ടാണ് പോകുന്നത്. ഇതേ കണ്ട കയറ്റണം. ഇനി ആ കയറ്റം കയറി കഷ്ടപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ഇറക്കം ഉണ്ടാവും. ഈ ഒരു കാർ നിങ്ങൾക്കറിയോ ഗൈസ്? ഞാൻ ആദ്യമായിട്ടാണ് ആൽഫ റോമിയോ ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ട് ഈ കാർ. ഇൻഫിനിറ്റി ടൈപ്പ് മോഡലൊക്കെയാണ്. ഇതൊരു ഇൻഫിനിറ്റി ഒരു മിനി കൂപ്പർ കിടക്കുന്നുണ്ടാടാ. ഈ ഷവറിലോടെ വലിപ്പം നോക്കി. ഫോർച്യൂണറിൻ്റെ ഒരു പോർഷനും കൂടി അഡീഷണൽ ഷവറുണ്ട്. അവിടെ ഒരു ബ്ലാക്ക് സ്വിഫ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ, എൻ്റെ ഒരു റെഡ് കിടക്കുന്നു. ഹോട്ടലിൻ്റെ പാർക്കിംഗ് ആണല്ലേ. ഓ, ഞാൻ വിചാരിച്ച ഇത്ര സമയമായിട്ടൊന്നാണ് കട തുറക്കാത്തതെന്ന്. ആക്ച്വലി ഇന്ന് സൺഡേ അല്ലേ, എല്ലാ ആൾക്കാരും ക്രിസ്ത്യൻസാണ്. ആസ് പെർ ക്രിസ്ത്യാനിറ്റി എന്താണ് കടപ്പെട്ട ദിവസം അടച്ചിടണം എന്നാണല്ലോ. അപ്പോൾ സമയം ഒരു 8:30 കഴിഞ്ഞ്, കടകളൊന്നും തുറന്നിട്ടില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് ഞാൻ നേരത്തെ ഇറങ്ങിയത് കൊണ്ടായിരിക്കാം, പക്ഷെ അങ്ങനെയല്ല. ഓൾമോസ്റ്റ് കടകളൊക്കെ ദേ ഷട്ട് ദ ഷോപ്പ്. ഇതൊരു ചെറിയ ഷോപ്പ്സാണ് ഇവിടുത്തെ. ഐസാദി ഇതൊരു സ്വീറ്റ് ഷോപ്പാണെന്ന് തോന്നുന്നത്. ഇതൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ, ഇത് ഗാർഡൻ സെറ്റ് ചെയ്താനുണ്ട്. നമ്മൾ കണ്ടുപോലും നമ്മൾ വന്നത് വേറെ വഴി, പോകുന്നത് വേറെ വഴി. എവിടെ നിന്നൊക്കെയോ വന്ന് എവിടേക്കോ പോകുന്നു. ഇതുണ്ട ഈ സാധനം, ഈ മൗണ്ടെയിനൊന്നും ഞാൻ വന്നപ്പോൾ കണ്ടുപോലില്ല. ഇവിടെ ഒരു സ്വിഫ്റ്റ് അടക്കം നോക്കി, ബ്ലാക്ക്. ഇവിടെ പുറത്ത് വരുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ എൻജിൻ്റെ പവർ വേണം, പിന്നെ ബിൽഡ് ക്വാളിറ്റി വേണം. അതേതാ കൊറിയൻ ഷോപ്പൊക്കെ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല മുമ്പ്. ഗൈസ് പണി വാളുമെന്ന് തോന്നണ്ട. നമ്മൾ പോയി കുറേ ആയി. നമ്മളവിടെ ഒരു ചർച്ച് കണ്ടില്ലേ, ആ ചർച്ചിൻ്റെ ഫ്രണ്ടിലെത്തി നമ്മൾ. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ക്യാമറ എടുത്ത് നടക്കാൻ ഇറങ്ങിയപ്പോൾ ഞാൻ കാണാത്ത പോക്കറ്റ് വഴികളും റോഡുകളൊക്കെ എനിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ക്യാമറ എടുത്തൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ എനിക്കും അതൊരു ന്യൂ എക്സ്പീരിയൻസ് കിട്ടി.
ബിക്കോസ് ഞാൻ ആ പോക്കറ്റ് വഴി കൂടെയൊക്കെ മുമ്പ് പോയിട്ടില്ല. അപ്പോൾ എനിക്കും അതൊരു പുതിയ അനുഭവമായിരുന്നു. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. Ciao.